ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് രാമായണം വായിക്കാം. നമുക്ക് രാമായണം ജടായു ഗതി. ജടായു വെച്ചാൽ ഭഗവാൻ ശ്രീരാമൻ്റെ ജടായു എന്ന് പറയുന്നത് കഴുകൻ സീതാദേവിയെയും കൊണ്ട് രാവണൻ പോയപ്പോൾ യുദ്ധം ചെയ്തു. ഇങ്ങനെ രാവണൻ ആകാശമാർഗത്തൂടെ പോയപ്പോൾ ഇത് അറിഞ്ഞു ജടായു, അത് കഴുകൻ അറിഞ്ഞപ്പോൾ യുദ്ധമുണ്ടായി. ഇനി അതിന് മോക്ഷം കൊടുക്കുന്ന അതിനെ ഗതിക്ക് വേണ്ടിയുള്ള അത് ശ്രീരാമൻ ചെന്നതിന് ശേഷം അത് നടക്കുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. സീതയെ തിരക്കി ഇങ്ങനെ ശ്രീരാമൻ സഞ്ചരിക്കുന്ന വഴിയിൽ മാർഗമധ്യേ ജടാവിനെ കാണാനിടയാകുന്നു. കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെയാണ് പിന്നെ മോക്ഷത്തിലേക്ക് പോകുന്നത്. നമുക്കത് വായിക്കാം. സീതാദേവിയെ തിരക്കി നടക്കുവാണ് ശ്രീരാമദേവൻ. അതാണ് വായിക്കാൻ പോകുന്നത്. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞ് വീണാകുലം അടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അതായത് ഭഗവാൻ ഇങ്ങനെ തിരക്കി പോകുന്ന മധ്യേ മാർഗം വെച്ചാൽ മാർഗം വഴി മധ്യത്തിൽ വെച്ച് എന്തോ കണ്ടു. തേരെല്ലാം അഴിഞ്ഞുടഞ്ഞ് വീണ് ആകുലമായിട്ട് കിടക്കുന്നു. എവിടെയാ അടവിൽ വനത്തിൽ എന്താ കിടക്കുക? ഇതെങ്ങനെ സംഭവിച്ചതൊന്നും അറിയുന്നില്ലല്ലോ. ഭഗവാൻ സീതാദേവിയെ തിരക്കി പോകുമ്പോഴാണ് മാർഗമധ്യ വെച്ചാൽ വഴിമധ്യത്തിൽ വെച്ച് ഇത് കാണുന്നു. അപ്പോൾ ശസ്ത്രചാപങ്ങളോടും കൂടി ഇങ്ങനെ ഒരു തേര് രഥം ഇങ്ങനെ അഴിഞ്ഞുടഞ്ഞ് വീണ് ഛിന്ന ഭിന്നമായി കിടക്കുന്നത് കണ്ടു. എത്രയും അടുത്ത് കാണായത് മധ്യേ മാർഗം. ഭഗവാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന വഴിമധ്യത്തിൽ തന്നെ ഇതിങ്ങനെ കിടക്കുന്നു. അന്നേരം സൗമിത്രിയോട് അരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരാ നീ. ഇങ്ങനെ ഭിന്നമായി കിടക്കുന്ന, കാരണം നശിച്ച് വേറിട്ട് കിടക്കുന്ന, ഭിന്നം വെച്ചാൽ അഴിഞ്ഞു പിഴിഞ്ഞ് കിടക്കുന്ന ഈ രഥം കാണൂ സൗമിത്രേ കുമാര. ലക്ഷ്മണനോട് പറയുന്നു. രണ്ടുപേരുടെ ദേവിയെ തിരക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന വഴിക്കാണ് ഇതിങ്ങനെ രഥം ഇങ്ങനെ ഛിന്ന ഭിന്നമായി കിടക്കുന്ന കണ്ടു. അപ്പോൾ തന്നൊങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമഭഗവാൻ വിചാരിച്ചു, തന്നൊങ്കി സീതാദേവിയെ ഒരു രാക്ഷസൻ കൊണ്ടുപോയി ചിന്തിക്കുന്നതാണ്. അപ്പോൾ അത് വേറൊരു രാക്ഷസൻ അത് കണ്ടപ്പോൾ അവർ തങ്ങൾ യുദ്ധമുണ്ടായി എന്നൊക്കെ. കാരണം തേരിങ്ങനെ കിടക്കുമ്പം വെറുതെ അങ്ങനെ ഒരു തേര് ഇത്രയും നശിച്ച് കിടക്കത്തില്ല. അപ്പോൾ ഒരു തേരിനകത്ത് ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ വേറൊരു രാക്ഷസൻ വന്ന് പിടിച്ചു പറിക്കുമല്ലോ. കാരണം ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ആഹാരം മനുഷ്യ മാംസം നരഭോജികൾ പിടിച്ചു പറിക്കും. അതുപോലെ വേറൊരു രാക്ഷസൻ വന്ന് ബലാത്കാരമായിട്ട് അവിടെ യുദ്ധമുണ്ടായി എന്നാണ് ഇവിടെ ശ്രീരാമദേവൻ വിചാരിക്കുന്നത്. തന്നെങ്കിൽ തന്നെ അത് സീതാദേവിയെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസൻ അവനോട് പോർ ചെയ്തിടാൻ രണ്ടുപേരെങ്കിലും യുദ്ധം ചെയ്ത് കാണും. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ അഴിഞ്ഞു പോയ രഥമാണ് ഈ കിടക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. എന്നു വന്നിടാം അവർ. അങ്ങനെ വിചാരിച്ച് ഇനി കൊന്നോ ഭക്ഷിച്ചോ എന്നറിയാൻ പറ്റുന്നില്ലല്ലോ. സീതാദേവിയെ കാണുന്നുമില്ല. തേരിങ്ങനെ കിടക്കുകയും ചെയ്യും. എന്തോ പന്തികേട് അവർക്ക് തോന്നി. ഒന്നീ സീതാദേവിയെ കൊന്നോ അതോ അവർ ഭക്ഷിച്ച് തിന്നു തീർത്തോ. അതുകൊണ്ട് എന്ന് വന്നിടാം അവർ. അത് ഇതായിരിക്കും അതിൻ്റെ കാരണം. അവർ തങ്ങളിൽ യുദ്ധമുണ്ടായി. സീതാദേവിയെ ബലാത്കാരമായിട്ട് കൊണ്ട് കൊന്നോ അതോ ഇനി ഭക്ഷിച്ച് തീർത്തോ.
ശ്രീരാമനീവം പറഞ്ഞ് ഇത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. അപ്പോൾ അല്പം കൂടെ അങ്ങോട്ട് നടന്നപ്പോൾ ഇങ്ങനൊരു സംശയം വിചാരിച്ചു, ഇനി ദേവിയെ ആരെങ്കിലും ഒരു രാക്ഷസൻ കൊണ്ടുപോകുന്ന വഴിക്ക് മറ്റൊരു രാക്ഷസൻ വന്ന് പിടിച്ചു പറിച്ച് ബലാത്കാര്യമായിട്ട് യുദ്ധം ചെയ്ത് അങ്ങനെ തോറ്റ് ഈ രഥമെല്ലാം അവിടെ നശിച്ച് കിടക്കുന്നതാണോ? അതുകൊണ്ട് ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം ഭഗവാൻ കുറച്ചു നേരം കൂടെ അങ്ങോട്ട് അല്പം കൂടെ അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ ഭയാനകമായൊരു രൂപം കിടക്കുന്നു. ജാനകി തന്നെ തിന്ന് തൃപ്തനായൊരു യാതുധാനനി കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. അതായത് ഭഗവാൻ വിചാരിച്ചു, യാതുധാനൻ വെച്ചാൽ ഒരു രാക്ഷസൻ ഈ ദേവിയെ തിന്ന് തീർത്തിട്ട് തൃപ്തി അടഞ്ഞിട്ട് അവിടെ കിടക്കുകയാണെന്ന് കരുതി. ഈ രാക്ഷസന്മാർ ശരിക്കും ഒരു നരഭോജികളാണ്, മനുഷ്യരെ തിന്നിട്ട് ആശ്വാസം കൊണ്ടുകൂടെ കിടക്കുന്നതെന്നാണ് കരുതിയത്. അത്ര ഒരു ഭയാനക രൂപമായി കിടക്കുക. ഈ പക്ഷിയാണ് കിടക്കുന്നത്, ജടായു. കാരണം ചിറകൊക്കെ അറ്റുപോകുമ്പോൾ അതൊരു ഭീകര രൂപം പോലെ വലിയൊരു പക്ഷിയല്ലേ, അപ്പോൾ ഒരു ഭീകര രൂപമായിട്ടാണ് കിടക്കുന്നത്. ചിറകില്ലതാനും ആ ചിറക് ചെത്തിക്കളഞ്ഞു ഈ രാവണൻ. കാരണം ഇവർ യുദ്ധം ചെയ്തപ്പോൾ ചിറകരിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഈ രൂപം കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായില്ല എന്താ സംഭവമെന്ന്. അദ്ദേഹം വിചാരിച്ചു, ഈ രാക്ഷസൻ ദേവിയെ തിന്ന് തീർത്തിട്ട് തൃപ്തികരമായിട്ട് അവിടെ കിടക്കുകയാണെന്ന് കരുതി. അതുകൊണ്ട് ജാനകി തന്നെ തിന്ന് തൃപ്തനായൊരു യാതുധാനൻ, ഒരു രാക്ഷസൻ കിടക്കുന്നത് അത്ര നീ കണ്ടില്ലയോ ലക്ഷ്മണ, നീ കാണൂ, ഇവിടെ കിടക്കുന്നത് നീ കണ്ടില്ലേ? ഈ രാക്ഷസൻ സീതാദേവിയെ തിന്ന് തീർത്തിട്ട് തൃപ്തികരമായിട്ട് വന്ന് കിടക്കുകയാണ്, മാംസമൊക്കെ ഭക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞു. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങി ആശു തന്നിടന്നത് കേട്ട നേരം. അപ്പോൾ ഇവനെ ഞാനിപ്പോൾ കൊല്ലാം, കാരണം എന്തായാലും സീതാദേവിയെ ഇവൻ ഭക്ഷിച്ച് കാണും. അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലാം, നീ ബാണങ്ങളും വില്ലുമൊക്കെ ഞാൻ തരൂ, ഇവനെ ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട നേരം ആര് കേൾക്കുന്നു? ഈ കിടക്കുന്ന പക്ഷി കേട്ടു. പക്ഷിക്ക് ചിറകേ ഇല്ലാവുള്ളൂ, മരിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ എന്ത് പറയും, വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ. ഭയത്തോടുകൂടി അതിന് എണീറ്റ് നടക്കാനോ പറക്കാനോ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ കൊല്ലുമെന്ന് കേട്ടപ്പോൾ അതിന് ഭയമുണ്ടായി പക്ഷിക്ക്. പറഞ്ഞ് ഈ വിവരം പറയുകയും വേണം, കാരണം സീതാദേവി അനുഗ്രഹം കൊടുത്തേക്കുക. ശ്രീരാമദേവൻ വന്ന് ഈ വിവരം സീതാദേവിയെ കൊണ്ട് ഈ രാവണൻ പോയ കഥ ശ്രീരാമനോട് പറഞ്ഞിട്ടേ മരിക്കാവൂ എന്ന് വരവും കൊണ്ടിട്ടാണ് ദേവി പോയത് രാവണൻ്റെ കൂടെ. അപ്പോൾ വിത്രസ്ത ഹൃദയനായി ഭയന്നു ഈ പക്ഷി, കാരണം ഞാൻ വില്ലു അമ്പുക തരൂ, ഞാനിവനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൊല്ലുമല്ലോ എന്ന് ഭയന്നിട്ട് പക്ഷിരാജൻ, അതായത് ഈ ജടായു ചൊന്നാൻ പറഞ്ഞു, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. ഞാൻ വധ്യനല്ല, ഞാൻ മരിക്കേണ്ടതുവനല്ല, അങ്ങയുടെ ഭക്തനായ ദാസനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാ? ഈ പക്ഷി ജടായു. ഭഗവാൻ ഇങ്ങനെ വധിക്കാൻ ഇവൻ രാക്ഷസനാണെന്ന് കരുതി. വലിയൊരു ഭയാനക രൂപമാണെന്നേ അറിയുന്നില്ല, എന്താ വ്യക്തമാകുന്നില്ല. രാക്ഷസനാണെന്ന് കരുതി ഭഗവാൻ ഇങ്ങനെ തരൂ, അമ്പും ബാണവും വില്ലൊക്കെ തരൂ, ഞാൻ ഇവനെ വധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ജടായു പറഞ്ഞു, വധ്യനല്ല, അഹം ഞാൻ മരിക്കേണ്ടതുവനല്ല, തവ ശ്രീരാമദേവൻ്റെ ഭക്തനായൊരു ദാസനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മിത്ര എത്രയും തവ താതന് വിശേഷിച്ചും, അതായത് ശ്രീരാമദേവൻ്റെ പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ ആരാണ്? മിത്രവും കൂടാണ്. കാരണം അതിന് മുന്നേ ദശരഥ മഹാരാജാവ് ഈ വനത്തിലൊക്കെ വരുമ്പോൾ ഈ പക്ഷി, ഈ ജടായു മിത്രമായിരുന്നു, അത്രമാത്രം സുഹൃത്തായിരുന്നു ഈ ദശരഥ മഹാരാജാവിന്. അതുകൊണ്ടാണ് ഭഗവാന്റെ വിശേഷിച്ചും ഞാൻ ഭഗവാന്റെ ഭക്തനും ദാസനും മാത്രമല്ല, ഭഗവാൻ ശ്രീരാമദേവൻ്റെ പിതാവിൻ്റെ മിത്രവും കൂടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മിത്രം എത്രയും തവ താതന്, പിതാവിന് വിശേഷിച്ചും മിത്രമാകുന്നു. സിഗ്ധനായിരിപ്പൊരു പക്ഷിയാൻ ജടായു, ഞാൻ അങ്ങനെയുള്ള ഒരു പക്ഷിയാണ് ഞാൻ, ജടായു ആണ് എൻ്റെ പേര്. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരം അറിഞ്ഞു ഞാൻ. അതായത് ഈ രാവണൻ ദശമുഖൻ വെച്ചാൽ ദശം 10 മുഖത്തോടു കൂടിയവനാണ് ഈ രാവണൻ. ഈ രാവണൻ ശ്രീരാമദേവൻ്റെ പത്നിയെ കൊണ്ട് ആകാശത്തൂടെ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ട് അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ അവിടെ വന്നതാണ്. അതുകൊണ്ട് ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു, മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. നന്നായി യുദ്ധം ചെയ്തു, കാരണം മൂർത്ത നഖങ്ങളും അത് കാലിൻ്റെ വിരലുകളെല്ലാം കൂർത്ത ആയുധം എങ്ങനെയുണ്ട് അതിനേക്കാളും കടുപ്പമാണ് അതിൻ്റെ ചുണ്ടുമെല്ലാം. അതുകൊണ്ട് അതും കൊണ്ട് ഈ രഥമെല്ലാം തവിട് പൊടിയാക്കിയാണ് തറയിലിട്ടേക്കുന്നത്.
അവിടെ പെട്ടെന്ന് ചെന്ന് ഞാൻ അവിടെ തടുത്തു. രാവണനെ യുദ്ധം ചെയ്തിട്ട് മുട്ടിച്ച് തേരും വില്ലും പൊട്ടിച്ച് കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. അപ്പോൾ ഞാൻ ഇത്രയെല്ലാം ചെയ്തപ്പോൾ അവൻ എൻ്റെ ചന്ദ്രഹാസം കൊണ്ട് അതായത് ഈ രാവണൻ്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞൊരു വാളുണ്ട്, ആ വാള് കൊണ്ട് വെട്ടി ചിറകറ്റ്. അങ്ങനെ ഞാനിവിടെ അപ്പോൾ തന്നെ പുഷ്ടവേദനയോട്, അത്രത്തോളം ഭയാനകമായ വേദനയോടുകൂടി ഞാൻ ഈ ഭൂമിയിൽ വീണേനല്ലോ, അങ്ങനെ ഞാനിവിടെ കിടക്കുവാണെന്ന് യഥാർത്ഥം ശ്രീരാമദേവനോട് പറഞ്ഞു. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായെന്നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. അപ്പം ഭഗവാൻ നിന്തിരുടിച്ച ശ്രീരാമദേവൻ കണ്ട് ഈ കാര്യങ്ങളെല്ലാം സീതാദേവിയെ കൊണ്ട് ഇവൻ പോയ കാര്യങ്ങൾ, രാവണൻ പോയ കഥകളെല്ലാം പറഞ്ഞിട്ട് മരിക്കാവൂ എന്ന് ഇന്ദിരാദേവി സീതാദേവിയോട് വരവും ഞാൻ വാങ്ങിക്കൊണ്ടേ അങ്ങനെ ഇവിടെ കിടക്കുന്നത്. ഈ വിവരം ശ്രീരാമദേവനോട് പറഞ്ഞിട്ടേ എനിക്ക് മരണമുള്ളൂ, അങ്ങനെ എനിക്ക് വരം തന്നിട്ടാ ദേവി പോയേക്കുന്നത്. ഇന്ദിരാദേവി വെച്ചാൽ സീതാദേവി. ശ്രീരാമദേവനോട് കാര്യങ്ങളെല്ലാം കണ്ട് പറഞ്ഞിട്ടേ മരിക്കാവൂ എന്ന് സീതാദേവി വരവും നൽകിക്കൊണ്ടേ അങ്ങനെയാണ് പോയത്. തൃക്കൺ പാർക്കേണം എന്നെ കൃപാനിധി. അത് ഞാൻ വധ്യനല്ല, അങ്ങയുടെ ദാസനാണ്, ഭക്തനാണ്, പോരെങ്കിൽ അങ്ങയുടെ പിതാവിൻ്റെ മിത്രവും കൂടിയാണ്. ഞാൻ ഇതുപോലെ യുദ്ധം ചെയ്ത് എൻ്റെ ചിറകെല്ലാം അറ്റു, ചന്ദ്രഹാസുരനെ വെട്ടി പരിക്കേൽപ്പിച്ചു, ചിറകൊക്കെ അരിഞ്ഞു പോയി, ഞാൻ അങ്ങനെ ഇവിടെ വീണ് കിടക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടേ എനിക്ക് മരണമുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ തൃക്കൺ എന്നെ പാർക്കണമെന്ന് കൃപാനിധേ, കൃപയോടുകൂടിയ ഭഗവാനെ പരമാത്മാവായ ശ്രീരാമദേവനോട് പറയുന്നു, കൃപയാ എന്നെ തൃക്കൺ പാർക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. എങ്ങനെ രക്ഷിക്കണം എന്നാ പറയുന്നേ? ഭഗവാനിലേക്ക് അടുപ്പിക്കണമേ എന്ന്. തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. എൻ്റെ ഉൾക്കാമ്പിൽ ഭഗവാൻ തൃക്കഴലിണ അങ്ങ് എൻ്റെ ഉൾക്കാമ്പിൽ തന്നെ വസിക്കണം. ഒരു ഭക്തനല്ലേ, അപ്പോൾ പരമാത്മാവായ ശ്രീരാമൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വസിക്കണം. നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം, ഭഗവാനെ അങ്ങ് തൃക്കൺ പാർക്കണമേ എൻ്റെ ഹൃദയത്തിൽ. പരമാത്മാവായ എപ്പോഴും ഹനുമാൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാ, അതുപോലെ ഭഗവാൻ നമ്മുടെ എല്ലാം ഉള്ളിൽ വസിക്കണമെന്ന് നമ്മളും പ്രാർത്ഥിക്കുക. ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ട് ചെന്ന് അടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവൻ ഉടൽ. അത്രയും പറഞ്ഞപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഇത്തരം ജടായുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ നാഥൻ എന്ത് ചെയ്തു? ചിത്തകാരണം, മനസ്സിന് കാരുണ്യത്തോടു കൂടി തന്നെ അടുത്ത് പോയിരുന്ന്, ജടായുവിൻ്റെ അടുത്ത് പോയിരുന്ന് എന്ത് ചെയ്തു? തൃക്കൈകൾ കൊണ്ട്, ഭഗവാന്റെ കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവൻ്റെ ഉടല്. കാരണം അത്രയ്ക്കും വേദന സഹിച്ച് കിടക്കുമല്ലേ ആ ജടായു. രണ്ട് ചിറക് അറ്റുപോയില്ലേ? നമ്മൾ രണ്ട് കൈകൾ പോയാൽ എങ്ങനെയാ, അതുപോലെ തന്നെയാണ് ഈ പക്ഷികളുടെ ചിറക് അറ്റുപോയാൽ. അത് വേദനിച്ച് കിടന്നപ്പോൾ ഭഗവാൻ തന്നെ ചെന്ന് ആ തിരുവുടൽ തടവി മന്ദം പരമാത്മാവായ ശ്രീരാമൻ അതിൻ്റെ ഉടലിങ്ങനെ തടവി കൊടുക്കുന്നു. തൃക്കൈകൾ കൊണ്ട്, ഭഗവാന്റെ കൈകൾ കൊണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് മക്കളെ. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഒന്നും ആരും സഹായമില്ല, ചില കാര്യങ്ങൾ വരുമ്പോൾ അത്രമാത്രമായിട്ട് ഈശ്വരൻ അത്ര സഹായം കൊണ്ട് എനിക്ക് ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തൃക്കൈൽ കൊണ്ട് തലോടിയിടാൻ്റെ അവൻ്റെ ഉടൽ, ആ ജടായുവിൻ്റെ ആ പക്ഷിയുടെ ഉടൽ ഭഗവാൻ തലോടി അശ്രുപ്ലത നയനത്തോടും അത് ദുഃഖം കൊണ്ട് ഭഗവാൻ. അപ്പം സാധാരണ ശ്രീരാമദേവനോ ശ്രീകൃഷ്ണനോ ഒന്നും ദുഃഖത്താൽ വേറൊരു കാര്യവും കണ്ട് കരയത്തില്ല. എത്രമാത്രം ഈ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം കാര്യസാധ്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഭഗവാൻ വല്ല വിഷമോ സങ്കടമോ ഉണ്ടോ? പക്ഷേ ഇവിടെ ഒരു ഭക്തൻ്റെ സങ്കടം കണ്ടാൽ, ആ വേദന കണ്ടാൽ ഭഗവാൻ കരച്ചിൽ വരും, നമ്മളെപ്പോലെ സങ്കടപ്പെടും. അതാണ് ഭഗവാന്റെ ആ മനസ്സ്, ലോല ഹൃദയമാണ്. ശ്രീരാമദേവനും ശ്രീകൃഷ്ണനും എല്ലാം ഒരുപോലെയല്ലേ? അപ്പോൾ അശ്രു കണ്ണുനീര്, ദുഃഖത്താൽ പരമാത്മാവായ ശ്രീരാമൻ്റെ കണ്ണിൽ നിന്ന് അശ്രുപ്ലുതനായി കണ്ണുനീരിങ്ങനെ ഒഴുകി. എന്നിട്ട് അങ്ങനെയുള്ള നയനത്തോടും അങ്ങനെയുള്ള കണ്ണുകളോടുകൂടി, കണ്ണുനീരൊഴുകുന്ന ദുഃഖം കൊണ്ട് കണ്ണുനീര് വരുന്ന ആ കണ്ണുകളോടുകൂടി രാമചന്ദ്രൻ ചൊല്ലഹോ, എന്താ പറയാ, കാരണം അറിഞ്ഞിട്ടല്ലേ ഇദ്ദേഹത്തിന് മരണമുള്ളെന്ന് പറഞ്ഞേക്കൂല. അപ്പോൾ സീതാദേവിയുടെ കാര്യം പെട്ടെന്ന് അറിയണ്ടേ? അതിന് ഭഗവാൻ ചോദിച്ചു, ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം. വല്ലഭ എൻ്റെ ഭാര്യയുടെ, അതായത് സീതാദേവിയുടെ വൃത്താന്തം, മമ എൻ്റെ വല്ലഭ, അതായത് ഭഗവാന്റെ സീതാദേവിയുടെ വൃത്താന്തം എന്താ സംഭവിച്ചതെന്ന് പറയൂ എന്ന് ജടായുവിനോട് ഭഗവാൻ ചോദിച്ചു.
എല്ലാം എന്ന് അത് കേട്ട് ചൊല്ലിനാൻ ജഡായു. അപ്പോൾ ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം, നീ എല്ലാം എന്ന് കേട്ടു ചൊല്ലിനാൻ ജഡായു, എല്ലാ കഥയും വെക്കം പറയൂ എന്ന് പറഞ്ഞപ്പോൾ ജഡായു പറഞ്ഞു, രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശയിൽ കൊണ്ട് പോയാനെന്നറിഞ്ഞാലും, ദക്ഷിണം തെക്ക് വശം. അപ്പോൾ രക്ഷോ നായകൻ എന്ന് വെച്ചാൽ എന്താ, രാക്ഷസന്മാരുടെ നായകൻ രാജാവാണ് ഈ രാവണൻ. അതുകൊണ്ടാണ് രക്ഷോ നായകനായ ഈ രാവണൻ ദേവി തന്നെ, അത് സീതാദേവിയെ ദക്ഷിണ തെക്ക് ദേശത്തേക്ക്, തെക്ക് ദിശയിലേക്ക് പോയാനെന്നറിഞ്ഞാലും എന്ന് അത്രയും അദ്ദേഹത്തിന് അറിയാം. ഈ ജഡായു അത് പറഞ്ഞു ഭഗവാനോട് കണ്ട കാര്യം അതുപോലെ പറഞ്ഞിട്ടേ ഇദ്ദേഹത്തിന് മരണമുള്ളൂ, വരം വാങ്ങിച്ചേക്കോ ദേവിയുടെ നിന്ന്. അതുകൊണ്ട് രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശ കൊണ്ട് പോയാനെന്നറിഞ്ഞാലും, ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ, എനിക്കിനി ശക്തിയില്ല ഭഗവാനെ പറയാനുള്ള. കാരണം അത്രമാത്രം ഒരു സമയത്ത് നടന്ന സംഭവമല്ലേ അത്. അപ്പോൾ ആ വേദന സഹിക്കാൻ പറ്റുമോ പക്ഷിക്ക്? അപ്പോൾ ചൊല്ലുവാനില്ല ശക്തി, എനിക്കിനി ഒന്നും പറയാനുള്ള ശക്തി ഇല്ല. മരണപീഡയാലെ മരണവേദന എനിക്കുണ്ട്. അതുകൊണ്ട് നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം. ഇനി എനിക്ക് നന്മ ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കണം. എനിക്ക് വേദനയുണ്ട്, പീഡയുണ്ട്, വിഷമമുണ്ട്, വേദനയുണ്ട്. അതുകൊണ്ട് എനിക്കിനി പറയാനൊന്നും കഴിയുന്നില്ല. ഇത്രയെങ്കിലും അവിടെ പറഞ്ഞല്ലോ. അത്രയും പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിനി പറയാനുള്ള ശക്തിയില്ല, എനിക്ക് മരണപീഡ, എൻ്റെ മരണവേദനയുണ്ട് എനിക്ക്. അതുകൊണ്ട് നല്ലത് വരുവതിനായി എനിക്ക് വേദന മാറ്റി എൻ്റെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിക്കാൻ അവകാശം. എന്താ നന്മ ചോദിച്ചത്? അത് നമ്മളിങ്ങനെയാണോ ചോദിക്കുക? അദ്ദേഹം എന്താ ചോദിച്ചത്? നിന്തിരുവടി തന്നെ ഭഗവാനെ കണ്ട് വേണം മരിക്കാൻ. അതുകൊണ്ട് ഭഗവാൻ അടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ ഒരു പാട്ട് കണ്ടിട്ടുണ്ട്, മരണം വന്ന് വിളിക്കുമ്പോൾ അരികിലിരിക്കണമേ എന്നൊക്കെ ഒരു നാമം ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് എനിക്ക് രാമായണം ഞാൻ വായിച്ചിട്ടില്ല. അത് എഴുതുമ്പോൾ രാമായണം ഈ 2 വർഷമേ ആയുള്ളൂ വായിച്ച് മനസ്സിലാക്കിയിട്ട്. അതിനുമ്പ് കണ്ടിട്ടുണ്ടെന്നല്ല, വായിച്ചിട്ടില്ല. അപ്പോൾ നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിക്കാൻ അവകാശം വന്നത് ഭവൽ കൃപാപാത്രമാകയാൽ അഹം, ഭഗവാന്റെ കൃപ എന്നിലുള്ളത് കൊണ്ട് എനിക്കതിന് പാത്രമായി, എനിക്കതിന് അങ്ങനെ മരിക്കാനുള്ള അവകാശം എനിക്കതുണ്ടായി. എന്താ കാരണം? ഭഗവാന്റെ കൃപയുള്ളത് കൊണ്ട്. നിന്തിരുവടിയെ ഭഗവാനെ തന്നെ കണ്ട് വേണം എനിക്ക് മരിക്കാൻ. അതിനെ ബന്ധമറ്റിയിടും, എൻ്റെ ബന്ധമെല്ലാം അതുകൊണ്ട് എല്ലാം ഛേദിക്കും. എനിക്ക് ഒന്നിനും ഇനി എല്ലാ ബന്ധവും അറ്റ് പരമാത്മാവിൽ ലയിക്കാനുള്ള, അതാണ് എൻ്റെ കണ്ടിരിക്കവേ അങ്ങനെ ബന്ധമറ്റിയിടും വണ്ണം മരിക്കാനുള്ള അവകാശം വന്നത് ഭവൽ കൃപാപാത്രമാകയാൽ അഹം, ഞാനങ്ങനെ അവിടുത്തെ ഭഗവാന്റെ കൃപ വന്നതുകൊണ്ടാണ് എനിക്കത് സംഭവിക്കുന്നത്. അങ്ങേ ഭഗവാനെ തന്നെ കണ്ടിരുന്നതാണ് എനിക്ക് മരിക്കാൻ. അതങ്ങനെ സംഭവിക്കുന്നത് അവിടുത്തെ കൃപ കൊണ്ടാണ്. പുണ്യപുരുഷ പുരുഷോത്തമ ദയാനിധേ വന്നത് ഭവൽകൃപ പാത്രമാകയാൽ അഹം പുരുഷോ ഉത്തമ ദയാനിധേ, പുരുഷന്മാരിൽ ഉത്തമനായിരിക്കുന്ന ഭഗവാനെ പുണ്യപുരുഷനായ പരമാത്മാവായ ശ്രീരാമൻ പുരുഷോത്തമനാണ്, ദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാത്മാ മായാ മാനുഷരൂപേ, ഭഗവാൻ മായയാൽ മനുഷ്യരൂപം എടുത്ത് പരമാത്മാവാണ്, ശ്രീ മഹാവിഷ്ണുവാണ്. പരമാത്മാവാണ്, ആനന്ദാത്മാവാണ്. അത് മാനുഷനാണ്. മായയിൽ അവതരിച്ച് മായ കൊണ്ട് ശരീരമെടുത്തു. ഭഗവാന് അരൂപിയാണ്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്, ആനന്ദസ്വരൂപനാണ്. എന്നാൽ ഇവിടെ മായയാൽ മനുഷ്യരൂപമായി അവതരിച്ചു, ശരീരമെടുത്തു. അതുകൊണ്ട് അന്തർഭാഗയെ വസിച്ചു. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയുള്ള ഭഗവാനെ ശ്രീരാമഭഗവാനെ പ്രാർത്ഥിച്ച് പറയുന്നു, നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാത്മാ മായ മാനുഷരൂപേ സന്തതം, അങ്ങുള്ള ഭഗവാൻ സന്തതം എപ്പോഴും അന്തർഭാഗെ, അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിച്ചിടുക, എൻ്റെ ഉള്ളിൽ വസിച്ചിടുക വേണം. നമ്മളും പറയണം, ഭഗവാനെ എപ്പോഴും വേറൊന്നും നമുക്ക് വേണ്ട, പ്രേമമാകുന്ന ഭക്തിയിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കണം. ഇതാണ് ആ ജഡായു ചോദിച്ചത്. നമുക്കും ഇതുപോലെ വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ ഉള്ളിലും എപ്പോഴും അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എപ്പോഴും ഉള്ളിൽ പ്രകാശിച്ചിരിക്കണം. അതാണ് അദ്ദേഹം സന്തതം എപ്പോഴും അന്തർഭാഗെ, അകത്ത് ഉള്ളിൽ വസിച്ചിടുക വേണം. നിൻ തിരുമേനി ഘനശ്യാമള അഭിരാമം അന്ത്യകാലത്തിങ്കിൽ ഈ വണ്ണം കാണായ
മൂലം ബന്ധവും മറ്റ് മുക്തനായി ഞാനെന്ന നൂനം. അപ്പം ഈ അന്ത്യകാലത്തിൽ ഈ അവസാന സമയത്ത് പരമാത്മാവായ ശ്രീരാമനെ കണ്ടതുകൊണ്ട് അതുമൂലം ബന്ധവും മറ്റ് മുക്തനായി ഞാനെന്ന നൂനം, എല്ലാം കൊണ്ട് മുക്തനായി കഴിഞ്ഞു. ജീവൻ മുക്തൻ എന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് മോക്ഷമായി തീർന്ന് കൈവല്യം പ്രാപിച്ചു ഈ ജടായു. ഭഗവാനെ കണ്ട് കണ്ട് തന്നെ ആനന്ദത്തിൽ തന്നെ മരിക്കാനിട വന്ന അതിൽ പരം ഭാഗ്യം എന്താ ഉള്ളത്? നമ്മൾ ഓരോരുത്തരും, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മരണം വന്ന് വിളിക്കുമ്പോൾ അരികിലിരിക്കണമേ ഭഗവാനെ എന്ന്. കാരണം അതാ കണ്ട് കണ്ട് ഇതുപോലെ മരിക്കാമല്ലോ. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ആനന്ദ സ്വരൂപനായ ആ ഉള്ളിൽ നമ്മൾ തന്നെ വസിക്കുന്ന ഭഗവാൻ തന്നെ ലയിച്ച് നമുക്കും അങ്ങനെ പോകാം. എന്തൊരാനന്ദമായിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ഭാഗ്യം ഉണ്ടാകണം. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ബന്ധുഭാവേന ദാസനാകിയോരടിയനേ ബന്ധുക സുമസമ തൃക്കരതലം തന്നാൽ. ഭഗവാന്റെ ഉച്ചമലരിപ്പൂ പോലെയുള്ള കൈത്തലം. ബന്ധുഭാവേന ദാസനാകിയോരടിയന്, ബന്ധുഭാവം അത്രമാത്രം മിത്രമായി നിൽക്കുന്ന ദാസനും ഭക്തനും പിതാവിൻ്റെ മിത്രവും എല്ലാം ആയിരിക്കുന്ന ആ ബന്ധുവാണ്. അത്രമാത്രം സ്വന്തം ആണ്, പരമാത്മാവിൽ ലയിക്കുന്ന ഒരു ബന്ധു. അതുകൊണ്ട് ആ ബന്ധുഭാവേന ദാസനാകിയ ഒരു അടിയനെ, ആ ജടായു പരമാത്മാവിൻ്റെ ദാസനായ ആ ഭക്തനെ, ആ അടിയനെ ബന്ധുക സുമസമ തൃക്കരതലം, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് തന്നാൽ. ബന്ധുവത്സല, ഭഗവാന്റെ കൈകൊണ്ട് ബന്ധുവത്സല മന്ദം തൊട്ടരുളണം. എന്നാൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ ഈ ജടായുവിൻ്റെ ദേഹം മന്ദം മന്ദം പതുക്കെ തൊട്ട് അരുളണം. എന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഭഗവാൻ ഇങ്ങനെ മന്ദം ജടായുവിൻ്റെ ദേഹം ഇങ്ങനെ പതുക്കെ, വേദനയുണ്ട്, ഭയങ്കര വേദനയാണ്, എങ്കിലും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആനന്ദമുണ്ട്. ആ ഭഗവാന്റെ ആ അദ്ദേഹത്തിരു ഉടല് ഭഗവാന്റെ കൈകൊണ്ട് മന്ദം തടവുമ്പോൾ ആനന്ദ നിർവൃതിയിൽ തന്നെ അദ്ദേഹത്തിന് മരിക്കാം. സന്തോഷവും സമാധാനവും ശാന്തിയും ആനന്ദവും ഉണ്ടാകും. അതുകൊണ്ട് ബന്ധുവത്സല മന്ദം തൊട്ടരുളണം. എന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ, ഭഗവാൻ തന്നെ ലയിക്കാമല്ലോ. കണ്ടുകൊണ്ടിരിക്കുന്നു, ആനന്ദത്താൽ എല്ലാം കൊണ്ടും വേദന അറിയുന്നില്ല, ഭഗവാൻ അടുത്തിരിക്കുന്നുണ്ട്. മന്ദം മന്ദം ഭഗവാൻ അദ്ദേഹത്തിന് ഉടല് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ മലരടിയോട് ഭഗവാനിൽ തന്നെ ചേർന്നിടാമല്ലോ എന്ന് ആ ജടായുവിനറിയാം. നമ്മൾ ഇങ്ങനെ ഒരു പക്ഷി ചിന്തിക്കുന്ന കണക്കിൽ നമ്മൾ ചിന്തിക്കണ്ടേ? നമുക്കും ഇങ്ങനെ നമുക്ക് ഓർമ്മയോടുകൂടി, അതാണ് ഞാൻ ആ നാമമൊക്കെ എഴുതുന്നത്. ഒരിക്കലും മരണത്തിലും നമുക്ക് ഓർമ്മ ഉണ്ടാകണം, എന്നാലേ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാനും നമ്മുടെ അടുത്ത് ഭഗവാൻ ഇരിപ്പുണ്ടെന്നൊക്കെ അറിയാനും അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് മരണസമയത്ത് നമുക്ക് ഓർമ്മ വേണം, ഭഗവാനെ തന്നെ ലയിച്ച് പോകാമല്ലോ. നമുക്കുള്ള എന്തെങ്കിലും വിഷമം ആ സമയത്തുണ്ടെങ്കിൽ തന്നെയും ഭഗവാൻ കൈകൊണ്ട് തലോടുമ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിൽ വസിക്കും. ഭഗവാൻ ആനന്ദചിത്തനാണ്, ആ കൃപാനിധിയാണ്, നമുക്കും ഭഗവാനിൽ ചേരാം ഈ ജടായുവിനെ പോലെ. അതുകൊണ്ട് ബന്ധുവത്സല മന്ദം തൊട്ടരുളണം. എന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. അങ്ങനെ എന്നിൽ തന്നെ എപ്പോഴും ഒന്ന് തടവി ഭഗവാൻ ഇരുന്നാൽ എനിക്ക് അങ്ങയിൽ ചേരാമല്ലോ. ഇന്ദിരാപതി അത് കേട്ടുടൻ തലോടി. അത് കേട്ടപ്പോൾ തന്നെ ഭഗവാൻ തലോടി. ഒരു ഭക്തനല്ലേ, ദാസനല്ലേ. ഒരു ദാസൻ എന്ത് പറഞ്ഞാലും ഭഗവാൻ ആ ഭക്തന്റെ ദാസനാവും. ഭഗവാന്റെ ഭക്തൻ ഒരു അടിയൻ ദാസനാണല്ലോ എന്ന് സ്വയം പറഞ്ഞ് ഭഗവാനെ ഒന്ന് മന്ദം ആ വേദന മാറ്റാൻ തടവി തന്നാൽ ഞാൻ അങ്ങയുടെ മലരടി അത്രമാത്രം ചേർന്നിടാമല്ലോ, ഭഗവാനിൽ ചേർന്നിടാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇന്ദിരാപതി, ദേവിയുടെ പതി, അതായത് സീതാദേവിയുടെ ഭർത്താവായ ശ്രീരാമൻ അത് കേട്ടിട്ട് തലോടിനാൻ. പതുക്കെ തലോടി മന്ദം പതുക്കെ തടവി പൂർണ്ണാത്മാനന്ദം വന്നിടുമെണ്ണം. എന്താ പൂർണ്ണാത്മാനന്ദം? ഒന്നായി മാറുന്നു. തടവിയപ്പോൾ തന്നെ ആ കൃപ അതിലേക്ക് വന്നു, ഭഗവാനിൽ ചേർന്ന് ലയിച്ചു, പൂർണ്ണ ആത്മാനന്ദം വന്നു. അവിടെ ഒരു അല്പം പോലും വ്യത്യാസമില്ല. പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു, ശ്രീരാമനിൽ ലയിച്ചു കഴിഞ്ഞു ആ ജടായു. അതാണ് ഇന്ദിരാപതി. അത് കേട്ടുടൻ തലോടിനാൻ മന്ദം പതുക്കെ പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായു. അത്രയും വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രാണൻ പോയി. അങ്ങനെ ഒരു സുഹൃതം ആർക്കാ കിട്ടുക? എന്തൊരാനന്ദമായുള്ള മരണമാണ്. നമ്മൾ അതിന് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ലോകത്തൊന്നും വേണ്ട, നമ്മുടെ മരണം നന്നായി ഈ ആനന്ദത്തോടുകൂടി പോകാനുള്ളൊരു സന്തോഷമായി മരിക്കാനുള്ളൊരു സുഹൃതം നമ്മൾ ഉണ്ടാക്കി വെക്കണം. പരമാത്മാട് വേറെ നമ്മുടെ കർമ്മഫലങ്ങൾ എല്ലാം നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ സാധിക്കും. നമ്മൾ പരമാത്മാവിൻ്റെ ഒരു ദാസനായ ഒരു ഭക്തനും പ്രേമമാകുന്ന ഭക്തിയിൽ ഒരു ദാസനാവുക. അങ്ങനെയുള്ളൊരു ഭക്തനെ ഭഗവാനും ഭക്തൻ്റെ ദാസനാവും. ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ തടവി കൊടുത്തൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീരാമൻ എവിടെ കിടക്കുന്നു, ഈ പക്ഷി കിടക്കുന്നു. അത്ര സ്നേഹം ആ ഒരു ഭക്തനോട്. എന്ത് ആവശ്യപ്പെട്ടാലും, ഞാൻ ഇന്നലെ എനിക്ക് ഒന്നും
ഈ ഈ മത്സ്യങ്ങളൊന്നും കൂട്ടാൻ കുറച്ച് നാളുടെ ഇങ്ങനെ ആഹാരങ്ങളൊക്കെ കറികളൊന്നും വെക്കണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഒന്നും തോന്നിയിട്ട് അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ അങ്ങ് തോന്നി ഒന്നും ചെയ്യാതിരുന്ന് ആഹാരത്തിന് ചോറ് മാത്രമുണ്ട്. ഞാൻ എന്ന് എനിക്ക് ആരെങ്കിലും അല്പം എന്തെങ്കിലും വിളിച്ച് തന്നാൽ എനിക്ക് സുഖമായിട്ട് കഴിക്കാം. പോരെങ്കിൽ ഇന്ന് എന്നുവെച്ചാൽ ഇവിടുത്തെ അമ്പലത്തെ ഉത്സവമായിരുന്നു ഇന്നലെ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാനും വയ്യ. അന്നാലും വൈകിട്ട് മോള് വന്ന്, പക്ഷേ എന്നെ അപ്പോൾ കാണാം എന്നെ താഴെ വീട്ടിൽ വിളിക്കുന്നത് ഈ രാമായണം തന്ന ആ മകൾ. ചേച്ചി ചോറെല്ലാമായി, ചേച്ചിക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം ഉണ്ട്, കാരണം മത്സ്യമാംസമൊന്നും കൂട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് ചേച്ചി വാന്ന് പറയും. ഞാൻ ദാ വരുന്നു മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് എനിക്ക് മുന്നേ തന്ന്. കാരണം അങ്ങനെയാ. എന്നിട്ട് മറ്റുള്ളവർക്ക് പിന്നെയേ കഴിച്ചുള്ളൂ. ഒരുപാട് പേരുണ്ട് അവർക്ക് ഒത്തിരി ആളുള്ള വീടാണ്, ഒത്തിരി അംഗങ്ങൾ. കാരണം അമ്മമ്മയ്ക്ക് ഒത്തിരി മക്കളുള്ള 5-6 മക്കളുള്ളതുകൊണ്ട് അവരുടെ എല്ലാം ബന്ധുക്കൾ ഒത്തിരി തോനെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് എനിക്കാ മുന്നേ അവർ ആഹാരം എനിക്ക് തന്നിട്ടേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ പിന്നെ കൊടുത്തുള്ളൂ. അങ്ങനെ അവിടെ ആരാ തന്നത്? ഞാനിത് ഭഗവാനോട് പറയാം, എനിക്കിന്ന് അല്പം ആഹാരം ആരാ തരുന്നത്, എനിക്കൊന്നും ഇവിടെ വയ്ക്കാൻ വയ്യല്ലേ, ഒന്നും വേണമെന്നില്ല. അപ്പോൾ എനിക്ക് മറ്റ് വിഭവസമൃദ്ധമായ കറികളെല്ലാം കൂട്ടി ആഹാരം തന്നു. അപ്പം ഭഗവാൻ നമ്മൾ ആഗ്രഹം എന്ന് വെച്ചാൽ അപ്പോഴെന്നും അത്രയ്ക്ക് വിശന്നും ഇരിക്കുക, എന്നും കഴിച്ചേ പറ്റൂ. പക്ഷെ എനിക്കൊന്നും ചെയ്ത് കഴിക്കാനുള്ളൊരു അവസ്ഥയല്ല. അപ്പോൾ എനിക്ക് ഭഗവാൻ തന്നെ, എനിക്ക് ചിലപ്പോൾ ഇവിടെ ചെയ്യാൻ വയ്യാതാക്കിയത് ഭഗവാൻ തന്നെയായിരിക്കും. കാരണം അവിടെ എന്നെ വിളിപ്പിക്കുന്നുണ്ടായിരിക്കും. അതാ മുന്നേ കരുതുമല്ലോ, നീ ഇന്നിവിടെ ഒന്നും ചെയ്യണ്ട, നിനക്കെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്, വിളിപ്പിച്ചതാ. അത് തന്നെ സത്യം, അതിപ്പോഴേ ഓർക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ എങ്ങനെയും ചെയ്യുന്നേ, ഭഗവാൻ തന്നെ ചെയ്യിപ്പിക്കുന്നേ. പക്ഷേ എന്നെ കൊണ്ട് ഒന്നും വേണ്ട ചെയ്യാൻ വയ്യ അങ്ങ് മനസ്സ് മടിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ സമയത്തിന് എന്നെ വിളിച്ചാൽ 1 മണിയാകുമ്പോൾ വിളിക്കുന്നു, എനിക്ക് ആഹാരം തരുന്നു. അപ്പോൾ ഈശ്വരൻ എത്രമാത്രം ഭക്തനെ സൂക്ഷിക്കുന്നു. അതുപോലെ ഇത് ഒന്നൊന്നല്ല, ഒരുപാട് കാര്യങ്ങളെയും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഇത്രയും സന്തോഷത്തോടെ അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും. ഭഗവാനോടൊപ്പം തന്നെ ഭഗവാൻ തടവിക്കൊണ്ടിരിക്കുന്നു. ആനന്ദപൂർണമായി അദ്ദേഹം പ്രാണൻ കളഞ്ഞു. മനിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു. ഭക്തവാത്സല്യ പരവശാൽ അർണോജ നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്ത് ഉത്സംഗ സീമിന് ചേർത്ത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഇത്രയും പറഞ്ഞ് മരിച്ച ആ സ്നേഹം കൊണ്ട് ഭഗവാൻ കണ്ണുനീർ വാർത്തു. ഭഗവാൻ സങ്കടം സഹിക്കാൻ വയ്യ, കണ്ണുനീർ വാർത്ത് ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് പരവശാൽ അർണോജ നേത്രൻ ഭഗവാൻ പിതൃമിത്രമാം, അത് പിതാവിൻ്റെ ദശരഥ മഹാരാജൻ്റെ മിത്രവും കൂടെ അല്ലേ, അതുകൊണ്ട് പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ ആ തലയെടുത്ത്, ആ പക്ഷിയുടെ തലയെടുത്ത് ഉത്സംഗ ശിവന് ഭഗവാന്റെ മടിയിലെടുത്ത് വച്ചിട്ട് ചേർത്തിട്ട് ഉത്തര കാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ഭഗവാന്റെ മടിയിൽ ജടായുവിനെ തലയെടുത്ത് വച്ചിട്ട് പക്ഷീന്ദ്രൻ്റെ തല ഭഗവാന്റെ മടിയിൽ വച്ചിട്ട് പറഞ്ഞു. ആരോട് പറയുന്നു? ലക്ഷ്മണനോട് പറഞ്ഞു, കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം. നല്ലൊരു ചിത, നല്ലൊരു അഗ്നി, കാരണം ദഹിപ്പിക്കണ്ടേ, അതിന് കാഷ്ടങ്ങൾ വിറകുകൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം. എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ലൊരു തീയിടൂ, അഗ്നി. എന്നിട്ട് സംസ്കാരത്തിന് പെട്ടെന്ന് തന്നെ, കാരണം സീതയെ തിരക്കി പോകണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സംസ്കാരത്തിലുള്ള വകകളെല്ലാം ഒപ്പിക്കൂ, വിറകളെല്ലാം കൊണ്ടുവന്ന് നല്ല ചിത തീർക്കൂ എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ അത് കേട്ട് ചിതയും തീർത്തിടിനാൻ. തൽക്ഷണം കുളിച്ച് സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ച് ഉദകക്രിയാദിയും എല്ലാം ചെയ്ത് സാധാരണ എന്തൊക്കെയാ ചെയ്യുക അതുമെല്ലാം ചെയ്ത് കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം ഉദകക്രിയൊക്കെ ചെയ്തിട്ട് കാനനത്തിൽ പോയി തത്ര ഒരു മൃഗം അതിനെ വധിച്ചിട്ട് അതിൻ്റെ മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി. അതായത് ഇതിനൊരു നല്ലൊരു ഗതി വരണമല്ലോ, അതിനൊക്കെയാണ് ഇത് ചെയ്തത്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഇങ്ങനെ ഉദകക്രിയ ചെയ്തിട്ട് മാംസം ഇത് പക്ഷിക്ക് അങ്ങനെ മറ്റു പക്ഷികളൊക്കെ അടുത്ത് കഴിക്കുമ്പം ഈ പക്ഷിക്ക് ഗതി ഉണ്ടാവാൻ അങ്ങനെ സ്നാനവും കഴിച്ച് ഉദകക്രിയാദിയും ചെയ്ത് കാനനെ വനത്തിൽ ചെന്ന ഒരു മൃഗത്തിനെ വധിച്ച് മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ച്, ഈ പുല്ലിൻ്റെയൊക്കെ മേളിൽ വെച്ചിട്ട് ജലവും വെച്ചിട്ട് നല്ലൊരു ഗതി അവനുണ്ടാവാൻ, അതായത് ഈ പക്ഷിക്ക് ജടായുവിനും ഉണ്ടാവാൻ പിതൃക്കൾക്ക് വേണ്ടി, അർത്ഥമായി. ഇത് ആർക്ക് കൊടുക്കുന്നത്? പിതൃക്കൾക്ക്. അപ്പോൾ മറ്റ് പക്ഷികളൊന്നും എടുക്കുമ്പോൾ ഈ മരിച്ച ജടായുവിന് ഗതി ഉണ്ടാവാൻ, അത് അങ്ങനെയാണ്.
നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി പിതൃക്കൾക്ക് വേണ്ടി പക്ഷികളിവ എല്ലാം ഭക്ഷിച്ച് സുഖിച്ചാലും അങ്ങനെ കൊണ്ടുവച്ചിട്ട് മറ്റുള്ള പക്ഷികളെല്ലാം എടുത്ത് കഴിച്ച് സുഖിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ വയ്ക്കുന്നത്. പക്ഷീന്ദ്രൻ ഇത് കൊണ്ട് തൃപ്തനായി ഭവിച്ചാൽ ഇത് ഇത്രയും ചെയ്യുമ്പോൾ ഈ പക്ഷി ജടായു ഇത് കണ്ട് തൃപ്തനാകും. ആത്മാവ് അങ്ങനെ പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും എന്ന് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞ് ഇതെല്ലാം അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചു. കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്ന സാദരം അരുൾ ചെയ്ത് ഇതെല്ലാം കേട്ട് ഭഗവാൻ ജടായുവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. ഇത് കാരുണ്യമൂർത്തി ഭഗവാൻ പറഞ്ഞു, കമലേഷൻ മധുവൈരി പറയുന്നു, സാരൂപ്യം ഈശ്വരനോട് ചേരുക, സാരൂപ്യമായി വരിക എന്ന് സാദരം ഭഗവാൻ അരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായു പെട്ടെന്ന് തന്നെ അത് പറഞ്ഞപ്പോൾ ശോഭയേറെ ദിവ്യരൂപമായി മാറി ഈ ജടായു. വിമാനമാരുഹ്യ ഭാസ്വരം പിന്നെ ഭാനുസന്നിഭം, അതായത് സൂര്യപ്രകാശം പോലെ ദിവ്യരൂപത്തിൽ പൂണ്ടൊരു ജടായു അത്ര ശോഭയോടുകൂടി സൂര്യനെ പോലെ ശോഭിച്ച് ജടായു ശംഖാരികത പത്മ മകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരെല്ലാം ശംഖം അങ്ങനെയുള്ള ഗതാപത്മം മകുടം പീതാംബര അങ്കിത രൂപം എല്ലാം കൊണ്ട് വിഷ്ണു പാർഷദന്മാരാ അവരെല്ലാവരും അവിടെ ഉണ്ട്. വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി. വിഷ്ണു ഭഗവാന്റെ മറ്റ് അംഗങ്ങളുണ്ടല്ലോ അവിടെ ദേവന്മാർ, വിഷ്ണുവിൻ്റെ പാർഷദന്മാർ ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് മറ്റ് കാവൽക്കാരെ പോലുള്ള ഭഗവാന്റെ ചേർച്ചയുള്ള ആൾക്കാർ ഭഗവാൻ വിഷ്ണുവിനെ പോലെ തന്നെ ഇരിക്കും അവർ പാർഷദന്മാർ. അവരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസ ആസകലം ദിഗ് വ്യാപ്തനായി കാണും. ഇതെല്ലാ ദിക്കിലും മൊത്തം ആസകലം ദിക്ക് മൊത്തവും വ്യാപിച്ച ഈ ശോഭ, ഈ പ്രഭ ഈ ജടായുവിൻ്റെ. അതുകൊണ്ടാണ് ശംഖാരി ഗത പത്മ മകുട പീതാംബരാദ്യ അങ്കിത രൂപം അങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളും എല്ലാം സ്തുതിച്ചു ഇത് കണ്ടപ്പോൾ. അത്ര പ്രഭയായിരുന്നു. അങ്ങനെ മുനികളാൽ തേജസ് ആസകലം അദ്ദേഹത്തിൻ്റെ തേജസ് ആ പക്ഷിയുടെ ആത്മ തേജസ് അവിടെ മൊത്തവും വ്യാപിച്ച് എല്ലാ ദിക്കിലും വ്യാപ്തമായി കാണാൻ സർവത്തിലും വന്നു. സന്നദ്ധ ഗാത്രത്തോട് ഉയരെ കൂപ്പി തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അപ്പോൾ എന്ത് വന്ന് ഈ സന്നദ്ധ ഗാത്രത്തോടും ഉയരേ കൂപ്പി ഉയരത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ കൂപ്പി ഈ പുറമേയുള്ള ശരീരമല്ലേ പോയിട്ടുള്ളത്, അകത്തൊരു ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തോടുകൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ സന്നദ്ധ ഗാത്രത്തോടും ഉയരേ കൂപ്പി തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്യുന്നു. അത്ര ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് മേലോട്ട് തൊഴുതുകൊണ്ട് പോകുന്നു. ഈ സ്തുതിക്കുന്നത് ഇനി നമുക്ക് ജടായു സ്തുതി അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ജടായുവിൻ്റെ ഇനി സ്തുതിയാണ്. നമുക്ക് ഇത്രയും മനസ്സിലായി കാണുമല്ലോ എല്ലാ മക്കൾക്കും. എല്ലാവർക്കും നമസ്കാരം. എനിക്കും ഇതിപ്പം വായിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു അന്ന് വായിക്കുന്നത്. എന്തോ വായിച്ചു പോയി, എന്തൊക്കെ ചിലത് ഇപ്പോഴും കുറച്ച്. ഇനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ഒത്തിരി മനസ്സിലാകാം. ഇങ്ങനെയൊക്കെ പറ്റൂ, നമുക്കൊരു ഊഹം കിട്ടുമല്ലോ, അത്രയും മതി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും ഇത് മനസ്സിലാക്കണം, ഭക്തി വർദ്ധിക്കണം, നമുക്കും ഈശ്വരനിൽ ചേരണം, നമ്മുടെ ഉള്ളിലും ഭഗവാൻ വസിക്കണം, നമുക്കും ആനന്ദപൂർണ്ണമായിട്ടൊരു മരണം ഉണ്ടാകണം, നമുക്ക് ഭഗവാൻ നമ്മുടെ അടുക്കൽ ഇരിക്കണം. മരണത്തിൽ നമ്മൾ മറ്റൊന്നും ചിന്ത എന്തിനും ഉണ്ടാവില്ല. അപ്പം മറ്റ് ചിന്ത വന്നാൽ ലോകത്തിലേക്കുള്ള ചിന്ത നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരും. നമുക്ക് പരമാത്മ ലയിച്ച് ആനന്ദ സ്വരൂപത്തിൽ തന്നെ ചേരാം. അതാണ് നല്ലത്. കാരണം ഈ ലോകം ദുരിതമാണ്. നമുക്കൊന്നും ഒരു സംഗതി നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥകളാണ് ഈ ലോകം. അത്രമാത്രം നമുക്ക് അഥവാ അല്പം സുഖം ഉണ്ടെന്ന് ഇരിക്കട്ടെ, പക്ഷേ ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾ കാണുന്നു. മൃഗങ്ങളുടെ ദുഃഖമായാലും കുഞ്ഞുങ്ങളുടെ ദുഃഖമായാലും ഓരോ രീതിയിൽ അത്രമാത്രം നശിച്ച ലോകത്ത് ജനിക്കാത്തതെന്നല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പരമാത്മ ലയിക്കാനുള്ള ശ്രമം എടുക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.